സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചതായി ഞാൻ പത്രങ്ങളിൽ വായിച്ചത് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയതിന് കാരണം ഇതിനകത്തുള്ള ചില ആൾക്കാരാണ്. രണ്ടാമത് അദ്ദേഹം പോകാതെ കൂടെ നിർത്തണമായിരുന്നു. ഇത്രയധികം സീറ്റ് നഷ്ടപ്പെട്ടത് അദ്ദേഹം പോയതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞ് നേരത്തെ കളയേണ്ടതായിരുന്നു. അത് ശരിയാ, ഞങ്ങൾ പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. കളയേണ്ടതല്ല, പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. മൂട്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്യുന്നവർ മാത്രം മതി പാർട്ടിയിൽ, മതിയല്ലോ. അങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കും പറഞ്ഞത്. ആരാന്ന് എനിക്കറിയത്തില്ല. ആരായാലും ഒരാളെ മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കാൻ പറ്റുമോ? മുൻകാല പ്രാബല്യത്തോടെ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? വല്ല വിവരമുണ്ടോ? ഒരു തെറ്റ് ചെയ്താലല്ലേ പുറത്താക്കാൻ പറ്റൂ? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും പാർട്ടി കോൺഗ്രസും സ്റ്റേറ്റ് സമ്മേളനവും മറ്റ് റെസൊല്യൂഷനും പറയുന്ന തെറ്റുകൾ പാർട്ടിക്കകത്ത് കാണിക്കുന്ന ധാരാളം പേരുണ്ടെന്നാണ് അതിനകത്തൊക്കെ പറയുന്നത്. അതിനെതിരെ പാർട്ടി ഫൈറ്റ് ചെയ്യുകയും അത്തരക്കാരെ തിരുത്തുകയും വേണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പാർട്ടിക്കെതിരാണെന്ന് പറയുന്നവർ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നവരാണ്. പാർട്ടി എന്താണെന്ന് അവർക്കറിയില്ല. അതൊന്നും ഇത്രയും പേര് കൂടിയിട്ടൊന്നും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. ഒരാളോട് പറഞ്ഞാൽ മറ്റുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ജി സുധാകരൻ, നാസർ, പിന്നെ ആരാ, ഇങ്ങനെ 4-5 പേരുടെ പേരാണ് അയച്ചത്. അതൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ സീറ്റൊക്കെ ജയിക്കുമായിരുന്നു എന്ന് മനോരമയിലും കണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ആൾക്കാർ. താമസിച്ചാണെങ്കിലും അവർക്കത് ബോധ്യപ്പെട്ടത് മതി. താമസിച്ചായാലും ബോധ്യപ്പെട്ടല്ലോ. എൻ്റെ അച്ഛന് ഒരു LC മെമ്പറെ കൊണ്ട് വിളിപ്പിച്ചാൽ ഞാൻ പിന്നെ ആ പാർട്ടി നിൽക്കുമോ? ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ മറുപടി പറ. പത്രക്കാർ മറുപടി പറ. ലോക്കൽ കമ്മിറ്റി മെമ്പറല്ലേ വിളിച്ച കരിവാടിയിൽ? കള്ളർ ഷാപ്പിലിരുന്നല്ലേ അവൻ ഫേസ്ബുക്കിൽ ആ കുറിപ്പിട്ടത്? മന്ത്രി ഷാപ്പിലിരുന്നല്ലേ? അവിടുത്തെ LC സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടല്ലേ ഇട്ടത്? അപ്പോൾ സ്വന്തം അച്ഛനെ ബഹുമാനമുള്ളവരാരും പിന്നെ നിൽക്കത്തില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്.